ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കോവ് ചെയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മാർക്കോവ് ചെയിൻ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ എവിടേക്കാണ് വരുന്നത്, അത് എക്സാമ്പിൾ ത്രൂ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, അപ്പോൾ മാർക്കോവ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റം, അതായത് ഡിഫറെന്റ് സ്റ്റേറ്റുകളുള്ള ഒരു സിസ്റ്റത്തിന് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ മോഡലിനെയാണ് നമ്മൾ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സിസ്റ്റം എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോ നമ്മളിപ്പോ ഒരു വെതർ ഫോർകാസ്റ്റിംഗ് ആവാം, ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ ഇപ്പോ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഒരു സ്റ്റേറ്റിൽ നിന്നും അടുത്തൊരു സ്റ്റേറ്റിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ പ്രോബബിലിറ്റി ഓഫ് മൂവിങ് ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ കറന്റ് സ്റ്റേറ്റ് ആൻഡ് നോട്ട് ദ പാസ്റ്റ്. അതായത് ഇപ്പോ ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് എയിലാണ് നിൽക്കുന്നത്, അതായത് സ്റ്റേറ്റ് ബിയിലേക്ക് പോകുമ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറന്റ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. പാസ്റ്റ് സ്റ്റേറ്റുകളെ ഡിപ്പെൻഡ് ചെയ്ത് വരാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു മാത്തമാറ്റിക്കൽ മോഡലിനെയാണ് നമ്മൾ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിളുകളിലൂടെ ഇത് പറഞ്ഞു പോകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, സോ നമ്മളിപ്പോ ഇവിടെ ഒരു പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ പ്രോസസ്സിന് ഓരോ ടൈം പീരീഡിലും ഒരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു പ്രോസസ്സ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു പ്രോസസ്സ്, അതിന് ഓരോ ടൈം പീരീഡിലും ഓരോ വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെ നമ്മൾ എക്സ്എൻ എന്ന് യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ അതിലെ ടൈം പീരീഡ് ആണ് എൻ. അപ്പൊ നമ്മൾ ഇവിടെ നമുക്കൊരു പ്രോബബിലിറ്റി മോഡൽ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോ നമ്മൾ ഒരു സീക്വൻസ് ഓഫ് വാല്യൂസ് എടുക്കുകയാണ്, x0, x1, x2 എക്സെട്ര xn. അവിടെ എന്താ, ഓരോ ടൈമിലുള്ള വാല്യൂസ് ആണിത്. ആ പ്രോസസ്സിന്റെ x0 എന്ന് പറയുന്നത് n0 ആവുമ്പോഴുള്ള വാല്യൂ, x1 എന്ന് പറയുന്നത് n1 ആവുമ്പോഴുള്ള വാല്യൂ, x2 എന്ന് പറയുമ്പോൾ n2 ആവുമ്പോഴുള്ള വാല്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് the simplest model would probably be to assume that xn are independent random variable. ഇവിടെ ഈ xn എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റി മോഡൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് അത് ആ ഒരു മാർക്കോവ് ചെയിൻ ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു xn be n equal to 0, 1, 2 etc. It is a stochastic process. അതിന് ഫൈനൈറ്റ് ആയിട്ടുള്ള കൗണ്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ പോസിബിൾ വാല്യൂസ് ഉണ്ട്. അതായത് നമ്മൾ എന്നിന് നമ്മളിപ്പോ 0 കൊടുക്കുമ്പോൾ ഒരു വാല്യൂ, 1 കൊടുക്കുമ്പോൾ ഒരു വാല്യൂ, അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ xn ഈക്വൽ ടു i എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്താ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? The process is said to be in സ്റ്റേറ്റ് ഐ അറ്റ് ടൈം n. n എന്ന് പറയുന്ന ഒരു സമയത്ത്, എന്നിന്റെ വാല്യൂ 0 ആവാം, 1 ആവാം, 2 ആവാം. ആ പറയുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ ആണ് i, വിച്ച് മീൻസ് ദ പ്രോസസ് ഈസ് സെഡ് ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഐ. നമ്മൾ ഒരു പ്രോസസ്സിനെ ഓരോ ടൈം പീരീഡിലുള്ള വാല്യൂസ് ആണ് xn ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. n എന്ന് പറയുന്നത് ഓരോ ടൈം, അതായത് n0 ആവുമ്പോൾ x0, n1 ആവുമ്പോൾ x1, x2, x3, അതിനൊക്കെ ഓരോ വാല്യൂസ് ഉണ്ട്. അപ്പോ ഐ എന്ന് പറയുന്നത് അതില് ഒരു വാല്യൂ ആണ്, അതൊരു സ്റ്റേറ്റ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി we suppose that whenever the process is in state I, there is a fixed probability Pij that it will next be in state j. അതായത് ആ പ്രോസസ് ഇപ്പോ സ്റ്റേറ്റ് ഐയിലാണ്, ഇനി അത് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, ജെ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ നമുക്ക് അവിടെ ഒരു പ്രോബബിലിറ്റി, ഇപ്പോ ഐയിലാണ്, ഇനി ജെയിലേക്ക് പോകുന്ന ഒരു പ്രോബബിലിറ്റി, അതിനാണ് നമ്മൾ പി ഓഫ് ഐ ജെ എന്ന് പറയുന്നത്. ഐ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ആണ്, ജെ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്താ എഴുതാം, പി ഓഫ് xn പ്ലസ് 1, അതായത് ഇപ്പൊ എന്നിലാണ്, അടുത്ത സ്റ്റേറ്റ് ആണ് ജെ. അപ്പൊ അതുകൊണ്ടാണ് എക്സ് ഓഫ് xn പ്ലസ് 1 എന്ന് പറയുന്നത് ജെ ആയിട്ട് കൊടുത്തത്, സച്ച് ദാറ്റ് n ഈക്വൽ ടു ഐ, പിന്നെ xn മൈനസ് 1 എന്ന് പറഞ്ഞാൽ in മൈനസ് 1, അങ്ങനെ 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 പോയി x1 വരെ പോകും. ഓക്കെ,
for which is equal to I1 and x0 equal to I0. ഇതിങ്ങനെ വന്ന് P of ij, അതായത് പ്രോബബിലിറ്റി Pij എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. ഇവിടെ നമുക്ക് ഏതാണ് സ്റ്റേറ്റ്സ് I0, I1, I2, അതായത് എന്നിന്റെ വാല്യൂസിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റേറ്റ് പറഞ്ഞു പോകുന്നത്. ഈ I നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേറ്റ്, അതിന്റെ മുന്നത്തെ സ്റ്റേറ്റ്, അങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നു. J എന്ന് പറയുന്നത് തൊട്ടടുത്ത സ്റ്റേറ്റ്. ഇങ്ങനെയുള്ള ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിനെ നമ്മൾ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നു. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയും. അപ്പോൾ അതൊന്നും കൂടെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ സ്റ്റേറ്റ് പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്, ഇത് കറന്റ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും ആ ഒരു ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു പ്രോപ്പർട്ടി ബേസ് ചെയ്തുകൊണ്ടാണ് അടുത്തൊരു സ്റ്റേറ്റ് നമ്മൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ പറഞ്ഞ മാർക്കോവ് ചെയിനിൽ. ഓക്കെ, ഇനി നമ്മളിപ്പോ നേരത്തെ ഒരു P of ij എന്ന് പറഞ്ഞു. അപ്പൊ the value P of ij represents the probability that the process will when in stage I next make a transition into state j. അതായത് ഇപ്പൊ സ്റ്റേറ്റ് ഐയിലാണ്, സ്റ്റേറ്റ് ജയിലേക്ക് പോകുന്ന ഒരു പ്രോബബിലിറ്റി ആണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ ഈ പ്രോബബിലിറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സമ്മേഷൻ j is equal to 0 to infinity Pij is equal to 1 ആയിരിക്കും. അതായത് നമ്മളിപ്പോ ഐയുടെ വാല്യൂ 0, 1, 2 അങ്ങനെ നമ്മൾ പോകുന്നു പറഞ്ഞു. അത് നമ്മളിപ്പോ പ്രസന്റ് സ്റ്റേറ്റില്. അപ്പൊ ഇതില് ജെ എന്ന് പറഞ്ഞ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. അപ്പൊ Pij നമ്മളൊരു സമ്മേഷൻ എടുക്കുകയാണ്, ജെയുടെ വാല്യൂ ഫ്രം 0 to infinity എടുത്തു കഴിഞ്ഞാൽ 1 ആയിരിക്കും. അത് നമ്മളൊരു മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് Pij റെപ്രസെന്റ് ചെയ്യുന്നത്. P00, P10 എക്സെട്ര Pi, ഐ ഇങ്ങോട്ട്, അതുപോലെ തന്നെ ജെ എന്ന് പറയുന്നത് ഇങ്ങോട്ട്. അത് P00, P01, P02, ജെയുടെ വാല്യൂ ഇങ്ങോട്ട് വരും. അത് നമ്മൾ ജെ എന്താണ് 0 to infinity ആണ് എടുത്തിരിക്കുന്നത്. ഈ ഇവിടുന്ന് ഇങ്ങോട്ട് പറയുന്നത് ഐയുടെ വാല്യൂ P00, P10, Pi0, അങ്ങനെ ഐയുടെ വാല്യൂ ഇങ്ങോട്ട്. ഇങ്ങനെയാണ് ഇതിനെ ഒരു പ്രോബബിലിറ്റി, ഒരു മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോഴും ചിലപ്പോൾ പറയുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അടുത്ത ഒരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ ഈ സംഭവം കുറച്ചും കൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ എക്സാമ്പിൾ കൂടി കേട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ബാക്കിലേക്ക് വന്ന് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി കേട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, അതായത് ഒരു വെതർ ഫോർകാസ്റ്റിംഗ്. വെതർ ഫോർകാസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോ സപ്പോസ് ദാറ്റ് ഇന്ന് മഴ പെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നാളെ മഴ പെയ്യാനുള്ള സാധ്യത. ഇന്ന് മഴ പെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ നാളെ മഴ ഉണ്ടാവാനുള്ള സാധ്യത. അങ്ങനെയാണ് നമ്മൾ വെതർ ഫോർകാസ്റ്റിംഗ് പറയുന്നത്. അപ്പോ ഇവിടെ സപ്പോസ് ദാറ്റ് ഇഫ് ഇറ്റ് റെയിൻസ് ടുഡേ, ഇന്ന് മഴ പെയ്യുന്നു, then it will rain tomorrow with a probability alpha. ഇന്ന് മഴയുണ്ടെങ്കിൽ നാളെ മഴ പെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി നമ്മൾ ആൽഫ എന്നൊരു പേരിട്ട് വിളിക്കുന്നു. ആ പ്രോബബിലിറ്റി വാട്ട് എവർ ഇറ്റ് മേ ബി. ഇഫ് ഇറ്റ് ഡസ് നോട്ട് റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ നാളെ മഴ പെയ്യാനുള്ള പ്രോബബിലിറ്റി ബീറ്റ. അപ്പൊ ഇവിടെ നമുക്ക് ഇതൊരു പ്രോസസ് ആയിട്ട് പറയാം. ഇഫ് വി സേ ദാറ്റ് the process is in stage 0 when it rains, അത് മഴ പെയ്യുമ്പോൾ നമ്മൾ അതിനെ 0 എന്നുള്ള ഒരു സ്റ്റേറ്റും മഴ പെയ്യാത്തപ്പോൾ അതിനെ 1 എന്നുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് വിചാരിക്കാം. അപ്പൊ ഇതൊരു 2 സ്റ്റേറ്റ് മാർക്കോവ് ചെയിൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. whose transition probabilities are given alpha 1 minus alpha, beta 1 minus beta. ഇതെന്താണ് ഇങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതൊരു ഫിഗർ വെച്ച് കൂടെ പറഞ്ഞുതരാം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവാൻ എളുപ്പമുണ്ട്. അതായത് ഇന്ന് ഒരു സണ്ണി ഡേ ആണ്. അപ്പോ there is 80% chance tomorrow will also be sunny. ഇന്നൊരു സണ്ണി ഡേ ആണ്, അങ്ങനെയാണെങ്കിൽ നാളെയും സണ്ണി ഡേ ആണ്, ഒരു 80% ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. If today is rainy, there is a 60% chance tomorrow will be rainy. ഇന്ന് റെയിനി ഡേ ആണെങ്കിൽ നാളെയും മഴ പെയ്യാൻ ഒരു 60% ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാം? ടുഡേ, ടുമാറോ. ഇന്ന് സണ്ണിയാണ്, നാളെയും സണ്ണി ആവാനുള്ള സാധ്യത അതാണ് 0.8. 80% നമ്മൾ പറഞ്ഞത്. അപ്പൊ ബാക്കി 20% എന്താണ്? 0.2 റെയിനി. അതായത് ഇന്ന് സണ്ണി ഡേ ആണ്, നാളെയും സണ്ണി ഡേ ആവാനുള്ള ചാൻസ് ആണ് 0.8, അതായത് 80%. അതാണ് 0.8 എന്ന് നമ്മൾ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ നാളെ റെയിനി ആവാനുള്ള സാധ്യത എന്താ? 0.2 അല്ലെ? ഇന്ന് റെയിനി ആണ്,
അപ്പം നാളെയും റെയിനി ആവാനുള്ള സാധ്യതയാണ് 60%. അതാണ് നമ്മൾ 0.6 എന്ന് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ നാളെ സണ്ണി ആവാനുള്ള സാധ്യത 0.4, കാരണം ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സമ്മേഷൻ Pij is equal to 1 എന്ന് വന്നത്. ഇവിടെയും നമ്മൾ എഴുതുന്നു, ഇവിടെ ആൽഫ 1 മൈനസ് ആൽഫ ആഡ് ചെയ്ത 1 കിട്ടും, ബീറ്റ 1 മൈനസ് ബീറ്റ ആഡ് ചെയ്ത 1 കിട്ടും. മനസ്സിലായി? അതാണ് Pij സമ്മേഷൻ നമ്മൾ എടുത്തിട്ട് 1 ആവും എന്ന് പറഞ്ഞത്. അത് ഈ എക്സാമ്പിളിൽ ഇപ്പൊ മനസ്സിലാവും. അതായത് ഇന്ന് സണ്ണി ഡേ ആണെങ്കിൽ നാളെ സണ്ണി ഡേ ആവാനുള്ള സാധ്യത 80%, 80% എന്ന് പറഞ്ഞാൽ നമ്മളത് മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ ഇവിടെ സണ്ണി എഴുതി, നാളെ സണ്ണി ആവാനുള്ളത് 0.8, അപ്പൊ നാളെ റെയിനി ആവാനുള്ളത് ബാക്കി 0. ബാക്കി 20% നാളെ റെയിനി ആവും എന്നുള്ളതാണ്. ഇന്ന് റെയിനി ഡേ ആണ്, നാളെ റെയിനി ഡേ ആവാനുള്ള സാധ്യത 60% ആണെങ്കിൽ നമ്മൾ ഇവിടെയാണ്, അതായത് ഇന്ന് റെയിനി ആണ്, നാളെയും റെയിനി ആവാൻ 0.6, 60%. അപ്പൊ ബാക്കി 40% എന്താണ്? ഇന്ന് റെയിനി ഡേ ആണ്, നാളെ സണ്ണി ആവാം, ബാക്കി 40%. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത്. ഇപ്പോ ഈ എക്സാമ്പിളിൽ എങ്ങനെയാണോ ഈ മെട്രിക്സ് എഴുതി, ഇത് തന്നെയാണ് നമ്മൾ തൊട്ട് മുന്നേ അതൊരു ഇക്വേഷന്റെ ഫോമിൽ പറഞ്ഞത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, കൺസിഡർ എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദാറ്റ് ട്രാൻസ്മിറ്റ് ദ ഡിജിറ്റ് 0 ഉം 1 ഉം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. Each digit transmitted must pass through several stages, at each of which there is a probability P that the digit entered will be unchanged when it leaves. അതായത് നമ്മൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. അപ്പൊ കുറെ സ്റ്റേജുകളിലൂടെ വേണം ഈ ഡിജിറ്റ്സ് പാസ് ചെയ്ത് പോവാൻ, സീറോസും വൺസും പാസ് ചെയ്ത് പോവാൻ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഓരോ സ്റ്റേജിലും ഇത് ഈ ഡിജിറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ആണ് പറയുന്നത്. There is a probability P that the digit entered will be unchanged. അതായത് ഇപ്പൊ 0 ആണ് പോയതെങ്കിൽ അടുത്ത സ്റ്റേജിലും അത് 0 തന്നെ ആയി നിൽക്കാനുള്ള ഒരു പ്രോബബിലിറ്റി P ആയിട്ട് നമ്മൾ പറയുന്നു. Letting xn denote the digit entering the nth stage. അങ്ങനെ ഒരു nth സ്റ്റേജിൽ അവിടെ എത്തുന്ന ഡിജിറ്റ് xn ആണെന്ന് വിചാരിക്കാം. Then xn n equal to 0, 1, 2 etc. It is a two-state Markov chain. അത് നമ്മളൊരു 2-state Markov chain ആയിട്ട് പറയും. കാരണം എന്താ, എപ്പോഴും ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അത്. ആകെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അത്. പിന്നെ അതിൽ കൂടുതലുള്ളത് വരും, രണ്ട് കണ്ടീഷൻ. അത് നമ്മൾ അടുത്തൊരു എക്സാമ്പിളിൽ കാണാം. അപ്പൊ ഇവിടെ എന്താ, നമ്മൾ 0 ഉം 1 ഉം എൻ്റർ ചെയ്യുന്നു. അപ്പൊ അത് സെയിം ഡിജിറ്റ് ആയിട്ട് തന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ളത് നമ്മളൊരു പ്രോബബിലിറ്റി വെച്ച് പറയുകയാണ് P എന്ന് പറഞ്ഞൊരു പ്രോബബിലിറ്റി. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? ഇപ്പൊ നമ്മൾ 0 അയക്കുന്നു, അത് 0 തന്നെ ആവുന്നു അല്ലെങ്കിൽ 1 ആവുന്നു. ഇപ്പൊ നമ്മൾ 1 അയക്കുന്നു, അത് 1 തന്നെ ആവുന്നു അല്ലെങ്കിൽ 0 ആവുന്നു. അത്രയല്ലേ ചാൻസുകൾ ഉള്ളൂ. അപ്പൊ ആ പ്രോബബിലിറ്റി മെട്രിക്സ് എങ്ങനെ എഴുതും? P 1 മൈനസ് P അല്ലെങ്കിൽ 1 മൈനസ് P P. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം. On any given day, Gary is either cheerful, so-so or glum. ജസ്റ്റ് ഒന്നുമില്ല, ഒരു ഗാരി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആളുടെ ഒരു മൂഡ്, 3 ടൈപ്പ് ഓഫ് മൂഡ്സ് ആണ് പറയുന്നത്. ചീർഫുൾ, സോസോ ആൻഡ് ഗ്ലം. നമ്മളിപ്പോ ലൈക്ക് ഹാപ്പി, സാഡ് എന്നൊക്കെ പറയുന്നത് പോലെ 3 സ്റ്റേറ്റ്സ് കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അതിൽ നമ്മൾ CSG എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. If he is cheerful today, then he will be CS or G tomorrow. ഇന്ന് ഭയങ്കര cheerful ആണെങ്കിൽ നാളെ cheerful ആവാം, ഭയങ്കര സോസോ ആണെങ്കിൽ ഗ്ലം ആവാം. ഓക്കെ, ഗ്ലൂമി ആവാം അല്ലെങ്കിൽ സാഡ് ആവാം. അപ്പൊ അങ്ങനെ, അതായത് ഇന്നിപ്പോ നമ്മൾ പറയാം, ഇന്നിപ്പോ ഒരാള് ഭയങ്കര സാഡ് ആണ്, നാളെ ചിലപ്പോ ആള് സാഡ് ആവാം, ചിലപ്പോ ഹാപ്പി ആവാം, ചിലപ്പോ വളരെ ഗ്ലൂമി ആവാം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതേപോലെയാണ് ഈ ഒരു കേസ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോ ഇവിടെ നമ്മൾ ആ പ്രോബബിലിറ്റി എടുക്കുന്നത് ഇഫ് ഹി ഈസ് ചിയർഫുൾ ടുഡേ ദെൻ, അതായത് ഇന്ന് C ആണെങ്കിൽ നാളെ C ആവാം, S ആവാം, G ആവാം, വിത്ത് റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ് 0.5, 0.4, 0.1. ഇതാണ് നമുക്ക് കണ്ടീഷൻ തന്നിരിക്കുന്നത്. ഇനി if he is feeling so today, then he will be C, S or G tomorrow with the probability 0.3, 0.4, 0.3. If he is glum today, then he will be C, S or G tomorrow with probability 0.2, 0.3, 0.5. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെ ഈ ഒരു ഗാരിയുടെ മൂഡ് നമുക്കൊരു മാർക്കോവ് ചെയിൻ ആയിട്ട്, ഒരു 3-state മാർക്കോവ് ചെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കൂ, 3 സ്റ്റേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് 3-state എന്ന് പറയുന്നത്. കാരണം
സി എസ് ജി 3 സ്റ്റേറ്റുകളാണ് അല്ലെങ്കിൽ 3 മൂഡാണ് ഗാരിക്ക് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ സ്റ്റേറ്റ് 0, സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഓരോന്നിനുള്ള പ്രോബബിലിറ്റി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം 0.4, 0.4, 0.1 അത് ഫസ്റ്റ് റോയിൽ എഴുതി. അടുത്തത് 0.3, 0.4, 0.3. അടുത്തത് 0.2, 0.3, 0.5. ഇത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇഫ് ഹി ഈസ് ചിയർഫുൾ, അതാണ് ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ചിയർഫുൾ ആണെങ്കിൽ നാളെ ചിയർഫുൾ ആവാൻ അല്ലെങ്കിൽ സോസോ ആവാൻ അല്ലെങ്കിൽ ഗ്ലൂമി ആവാൻ ഉള്ള പ്രോബബിലിറ്റി. രണ്ടാമത്തത് ഇഫ് ഹി ഈസ് വെരി സോസോ ടുഡേ then cheerful ആവാൻ, സോസോ ആവാൻ, ഗ്ലൂമി ആവാനുള്ള പ്രോബബിലിറ്റി രണ്ടാമത്തെ. ഇഫ് ഹി ഈസ് glum today then cheerful ആവാൻ, സോസോ ആവാൻ, ഗ്ലൂമി ആവാനുള്ള പ്രോബബിലിറ്റി അടുത്തത്. അതാണ് CSG. അത് ജസ്റ്റ് മെട്രിക്സ് ആയിട്ട് എഴുതി. ആഡ് ചെയ്ത് നോക്കൂ. 0.5 plus 0.4 plus 0.1 1 ആയിരിക്കും. അടുത്തത് 0.3, 0.4, 0.3 ആഡ് ചെയ്ത 1 കിട്ടുള്ളൂ. അടുത്തത് 0.2, 0.3, 0.5 ആഡ് ചെയ്ത 1. കാരണം ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ വിചാരിക്കുകയാണ് ഇന്ന് ഇപ്പൊ ഒരാള് ഭയങ്കര ഹാപ്പിയാണ്, നാളെ സാഡ് ആവാനുള്ള സാധ്യത 50% ആണെന്ന് പറഞ്ഞാൽ നാളെ ഹാപ്പി ആവാനുള്ള സാധ്യതയും 50%. അത് ആഡ് ചെയ്ത 1 കിട്ടണ്ടേ, അല്ലെങ്കിൽ 100% കിട്ടണ്ടേ? ഇന്നൊരാള് ഭയങ്കര ഹാപ്പിയാണ്, അപ്പൊ നാളെയും ഹാപ്പി ആവാനുള്ള ഒരു സാധ്യത 80% എന്ന് പറഞ്ഞു. ബാക്കി 20% സാഡ് ആവാം. അപ്പൊ നമ്മൾ അത് എഴുതുമ്പോൾ 0.8, 0.2 എഴുതും. അത്രേ ഉള്ളൂ. അത് നമ്മൾ പെർസെന്റേജിൽ പറയുന്നു, ഇത് ഡെസിമൽ വാല്യൂ ആയിട്ട് നമ്മൾ വാല്യൂ ആയിട്ട് എഴുതുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർക്കോവ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ 3 സ്റ്റേറ്റ് 2 സ്റ്റേറ്റ്, ആദ്യം കണ്ട 2 എക്സാമ്പിൾസ് 2 സ്റ്റേറ്റ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ട എക്സാമ്പിൾ 3 സ്റ്റേറ്റ് ആണ്. അപ്പോ അതിനനുസരിച്ച് നമ്മൾ അതിന്റെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ്, ഇപ്പൊ 2 സ്റ്റേറ്റ് ആകുമ്പോൾ നമുക്ക് 4 എണ്ണേ വരുള്ളൂ അല്ലെ, 2 കണ്ടീഷൻസേ വരുള്ളൂ. അപ്പൊ 4 വാല്യൂസേ വരുള്ളൂ. 3 സ്റ്റേറ്റ് ആകുമ്പോൾ നമുക്ക് 9 വാല്യൂസ് വരും. ഇനി 4 സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പോകും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാർക്കോവ് ചെയിൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ആദ്യം കാര്യങ്ങളെ മനസ്സിലാക്കിയതിനു ശേഷം ഒന്നും കൂടെ അത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, താങ്ക് യു.